സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ആവർത്തിക്കപ്പെടുന്ന ചികിത്സാ പിഴവുകളിൽ നിസ്സംഗത തുടർന്ന് ആരോഗ്യവകുപ്പ്. വീഴ്ചകളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്ന ഉന്നതതല അന്വേഷണങ്ങൾ വെറും പ്രഹസനമാകുന്നു. ചികിത്സകളിൽ അശ്രദ്ധയും ഉദാസീനതയും പ്രകടമാകാത്ത വിധം കർശന നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വീഴ്ചകൾ ഒട്ടനവധിയാണ്. വലത്തെ കാലിന് പകരം ഇടതുകാൽ, ഇടതു കണ്ണിന് പകരം വലതുകണ്ണ്, മൂക്കിന് പകരം വയറെന്നിങ്ങനെ അശ്രദ്ധ മൂലം അവയവങ്ങൾ മാറി സർജറി നടത്തിയ സംഭവങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിക്കുന്നതും അപൂർവമല്ല. ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചതും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂക്കിലെ രോഗത്തിന് രോഗിക്ക് വയറ്റിൽ ശസ്ത്രക്രിയ നടത്തിയതും ICU പീഡനവും എല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം. അനുശ്രീ എന്ന പേരാമ്പ്ര സ്വദേശിയുടെ പരാതിയും ആലപ്പുഴയിൽ കുഞ്ഞു വൈകല്യങ്ങളുമായി ജനിച്ച സംഭവവും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ. ചികിത്സാ പിഴവിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് പലപ്പോഴും വിമർശന വിധേയമാകാറുണ്ടെങ്കിലും സംഭവം അന്വേഷിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡിനെയോ വിദഗ്ധ സമിതികളെയോ നിയോഗിക്കുന്നതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാറില്ല. ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും വെളിച്ചം കാണാറില്ല. ഡോക്ടറുടെയോ ആശുപത്രി അധികൃതരുടെയോ ഭാഗത്തു നിന്ന് പിഴവ് ബോധ്യപ്പെട്ടാൽ പോലും അതിനനുസൃതമായ നടപടി ഉണ്ടാകാറില്ല. ചികിത്സാ പിഴവുകൾ നിരന്തരം ആവർത്തിക്കാൻ കാരണം ഇതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഡോക്ടർമാരുടെയോ നഴ്സിന്റെയോ മറ്റ് ആശുപത്രി ജീവനക്കാരുടെയോ ഭാഗത്തു നിന്ന് ഭാവിയിൽ ചികിത്സയിൽ അശ്രദ്ധയും ഉദാസീനതയും പ്രകടമാകാത്ത വിധം കർശന നടപടി ആവശ്യമാണ് ഇത്തരം കേസുകളിൽ. ജനം, തിരുവനന്തപുരം.